അയാൾ പതിയെ മൊഴിഞ്ഞു. സുഭദ്രയെ അവളെ കണ്ടു. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞു തുളുമ്പി. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അവർക്ക് അവളോടൊരു പ്രത്യേക വാത്സല്യമാണ്. സുഭദ്രക്കാണെങ്കിൽ താൻ കാരണം ജീവിതം ഇല്ലാതായിപ്പോയ കുട്ടിയെന്ന കുറ്റബോധം. അവൾ ദേവിനെ വിട്ടുപോയതിനു ശേഷം ആ അച്ഛനും അമ്മയും അവൾ ഒരിക്കലും കുറ്റപ്പെടുത്തിയിരുന്നില്ല. മതിലിലേക്ക് ചാരിന്ന് കണ്ണടച്ച് നിൽപ്പാണ് ലച്ചു. കണ്ണീരാണെങ്കിൽ ഇരുചെന്നിയിലൂടെ ഒഴുകുന്നുണ്ട്. മുടിയൊക്കെ പാറിപ്പറന്ന് മുഖമൊക്കെ ക്ഷീണിച്ച് അവശയായി കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത്രയും സമയം കരച്ചിൽ തന്നെ ആയിരിക്കുമെന്ന്. സുഭദ്രയ്ക്ക് തീർച്ചയായിരുന്നു അകത്തി കിടക്കുന്ന തൻ്റെ മകനേക്കാളും വേദന അവൾ ഇവിടുന്ന് അനുഭവിക്കുന്നുണ്ടെന്ന്. അവൾ തീ തിന്നുകയാണ് ഈ നിമിഷമെന്ന്. കാരണം ഒരു പ്രതിയെ പിടിക്കുന്നിടയിൽ ദേവന്റെ കൈത്തണ്ടയിലേക്ക് കത്തി വീശി കൈ മുറിഞ്ഞതിന് ടെൻഷൻ അടിച്ച് കരഞ്ഞവളാണ് അവൾ. ദേവന്ന് സമാധാനിപ്പിച്ചപ്പോഴാണ് ഒന്ന് നേരെയായത്. അതുവരെ താനും രാമേട്ടനും പറഞ്ഞിട്ടും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക്. ഇതിനിടയിൽ അരുൺ ദേവിന്റെ അവസ്ഥ രാമനോട് പറഞ്ഞു. സുഭദ്ര അറിയാതെ തന്നെ. ആ വൃദ്ധനെ ഒരു നിമിഷം പേടിച്ചു പോയെങ്കിലും അടുത്ത നിമിഷം തന്നെ അരുണിന് കൂടുതൽ ധൈര്യം കൊടുത്തുകൊണ്ട് അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ലച്ചുവിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷക്കണ്ണീർ വാർത്തവനെ. അത്ര പെട്ടെന്നൊന്നും ദേവ് തോൽവി സമ്മതിക്കാറില്ല. ആ അച്ഛന് ഉറപ്പായിരുന്നു തൻ്റെ മകൻ ഇവിടെയും ജയിക്കുമെന്ന്. ലച്ചു, ആ വൃദ്ധ ദമ്പതികൾ അവളെ മെല്ലെ വിളിച്ചു. തന്നെ ആരോ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞെട്ടി നോക്കിയപ്പോൾ കാണാൻ വന്ന ആളുകളെ കണ്ട് അവൾ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. അമ്മ, അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു. മോളെ എന്ന് വിളിച്ച് അവളെ സുഭദ്ര ചേർത്ത് പിടിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളുടെ നെഞ്ചിലേക്ക് വീണിരുന്നു. അമ്മേ, ഞാൻ ദേവ. അവൾ എന്തൊക്കെയോ എണ്ണിക്കൂട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും ഫാഹുവിനും അരണിനും ഒക്കെ സമാധാനം തോന്നി. കാരണം അവരൊക്കെ പേടിച്ചിരുന്നു അവളുടെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് ഓർത്ത്. ഒന്ന് പൊട്ടിക്കരയാൻ പോലും മടിച്ച് മിണ്ടാതിരിക്കുന്നവളെ കണ്ടു. ഒന്നും പറ്റില്ലടാ കുഞ്ഞിനൊന്നും പറ്റില്ലടാ. മോള് വിഷമിക്കില്ലേ. ദൈവം എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൈവിടില്ല. മോള് വന്നേ, ഇവിടെ ഇരിക്കും. സുഭദ്ര ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ അടുത്ത് കണ്ട ബെഞ്ചിൽ കൊണ്ടിരുത്തി. അവർക്ക് വിഷമം തോന്നി ആ പെൺകുട്ടിയുടെ വിധി ഓർത്തിട്ട്. ഒന്ന് സമാധാനത്തിൽ പോലും ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അച്ഛൻ, ഞാൻ. അവൾ രാമനോട് നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഒന്നുമില്ലടോ, മോളിങ്ങനൊക്കെ അറിയാതെ അവനൊന്നും പറ്റില്ല. അയാൾ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശ, അല്ലു, മുത്തശ്ശി, അതി. അപ്പോഴാണ് അവരെ വിളിച്ചുകൊണ്ട് അല്ലു അതി ഓടി അടുത്തേക്ക് വന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സൂരജ് രശ്മി ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയതായിരുന്നു അവർ. ഒരുപാട് തവണ വീഡിയോ കോളിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവർ നേരിട്ട് കാണുന്ന വാത്സല്യം അവരെ ചേർത്ത് പിടിച്ചപ്പോൾ അണപൊട്ടി ഒഴുകി. ഒരുപാട് സ്നേഹത്തോടെ അവർ കുട്ടികളെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് ലച്ചുവിന് വീണ്ടും സങ്കടം തോന്നി. അവരുടെ അടുക്കൽ നിന്ന് തൻ്റെ പൊട്ടബുദ്ധി കൊണ്ട് ഓരോന്നും ആലോചിച്ച് അവരകറ്റിയെന്ന് ഓർത്തുകൊണ്ട്. മുത്തശ്ശന് കരഞ്ഞോ? അച്ഛനൊന്നും പറ്റില്ല, അച്ഛൻ സ്ട്രോങ്ങാ. അവരുടെ കണ്ണുകൾ കുട്ടികൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവരുടെ കൊഞ്ചിക്കൊണ്ടുള്ള ആശ്വസിപ്പിൽ കണ്ട് സുഭദ്ര കരഞ്ഞുകൊണ്ട് അവരുടെ കൈ രണ്ട് സ്നേഹത്തോടെ മുത്തി. ശരാ, കരയില്ലേ? അച്ഛന് ഇഷ്ടമല്ല മുത്തശ്ശി കരയുന്നേ. ഇല്ല കേട്ടോ, മുത്തശ്ശി ഇനി കരയില്ല. അവർ കണ്ണു തുടച്ചുകൊണ്ട് അവരെ ചേർത്ത് ബെഞ്ചിന്റെ ഒരു ഓരത്തിരുന്നു. സുഭദ്രയും രാമനും മക്കളോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. കുട്ടികളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവർക്കൊക്കെ പാതി ജീവൻ കിട്ടിയ ആശ്വാസമായിരുന്നു. ലച്ചു, ഈ മരുന്ന് കുടിച്ചേ, തലവേദന മാറണ്ടേ? ഐഷു ഗുളിക കൊണ്ടുവന്നു. തലവേദന കാരണം അവളുടെ അസ്വസ്ഥത ഐഷു ഇന്നലെ മനസ്സിലാക്കിയതാണ്. നേഴ്സ് കൃത്യമായി പറഞ്ഞതാണ് ഗുളിക കഴിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നന്നായി വേദനിക്കുമെന്നും. ചിന്ത കൂടിയപ്പോൾ ലച്ചുവിന്റെ തല ഇപ്പോൾ വേദനിച്ച് പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അപ്പോഴേക്കും ആദ്യം എടുത്ത് അവളുടെ വായിൽ വെച്ച് കഴിഞ്ഞിരുന്നു. അല്ലുവാണെങ്കിൽ വെള്ളവും കൊടുത്തിരുന്നു. അമ്മ കരയിൻ്റെ അറ്റോ, അച്ഛക്കൊന്നുമില്ല. ആദ്യം അവളുടെ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛ പറഞ്ഞിട്ടിട്ട് അമ്മയെ കരയാതെ നോക്കണെന്ന്. അമ്മ കരഞ്ഞ അച്ഛനാണ് വിഷമം. അല്ലു ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. നീ എന്നെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞ ദേവ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടു നിന്റെ സ്നേഹം അനുഭവിക്കാൻ മാത്രം ഞാൻ എന്തു ഭാഗ്യം ചെയ്തു. മാപ്പ് എല്ലാത്തിനും. നിന്നെ മനസ്സിലാക്കാതിരുന്നതിന്, നിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയതിന്. ലച്ചുവിനെ ഓർത്തുകൊണ്ട് വീണ്ടും കരച്ചിൽ വന്നു പോയി. അപ്പോഴാണ് ഐസിയുവിൻ്റെ അകത്തുനിന്നും ഡോക്ടർ വന്ന്. ഡോക്ടറെ കണ്ടതും എല്ലാവരും അവരുടെ അടുത്തേക്ക് വിവരം അറിയാൻ വേണ്ടി പോയി. ഡോക്ടർ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം അപകടനില തരണം ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. ഡോക്ടർ സുഷമ ലച്ചുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കാരണം അവനും ശ്രദ്ധിച്ചിരുന്നു അവളെ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും ലച്ചുവിന് ജീവൻ കിട്ടിയ പോലെ തോന്നി. എല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞു. മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. ഡോക്ടർ, എനിക്ക് ദേവയൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ കൊതിയോടെ ലച്ചു ചോദിച്ചു. താൻ ആദ്യം ഒന്ന് ഭക്ഷണം കഴിച്ചൊന്ന് ഉഷാറാവന്റെ കുട്ടി, എന്നിട്ട് കണ്ടോ, ഞാൻ നഴ്സിനോട് പറഞ്ഞേക്കാം. ഡോക്ടർ അതും പറഞ്ഞുകൊണ്ട് പോയി. ഉടൻ തന്നെ ലച്ചുവിനെ ഐഷു ഫ്രഷ് ആവാൻ വിട്ടു. ആരും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞു. കാരണം ഇത്ര സമയം അവൻ ഹോസ്പിറ്റൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. സൂര്യചേട്ടനും രശ്മി ചേച്ചിയും ലച്ചുവിനും കുട്ടികൾക്ക് വേണ്ടിയുള്ള വസ്ത്രം എടുത്തു വരാമെന്ന് പറഞ്ഞ് പോയി.
കുട്ടികളെയും ഒപ്പം കൂട്ടിയൊന്ന് ഫ്രഷ് ആവാൻ. സുഭദ്രയും രാമനെയും ഒപ്പം വിളിച്ചെങ്കിലും കുഞ്ഞിനെ കാണാതെ എവിടേക്കില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ആരും കൂടുതൽ നിർബന്ധിച്ചില്ല. ഫാവു ക്യാൻറ്റീനിൽ പോയി അവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. സുഭദ്രയും രാമനും മുറിയിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. അപ്പോഴേക്ക് ലച്ചു മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നിരുന്നു. എൻ്റെ പൊന്നി ലച്ചു, അബി അവിടെ തന്നെയുണ്ട്, എവിടെയും പോവില്ല. നീ ആ ദോശ മര്യാദ കഴിച്ചേ. ഒരു ദോശയെ കിള്ളി പറിച്ചുകൊണ്ട് വേഗം തിന്നാൻ നോക്കുന്ന ലച്ചുവിനെ കണ്ട് ഐഷു വഴക്ക് പറഞ്ഞു. അതിൽ ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. എൻ്റെ അല്ലോ, ഒന്ന് ചിരിച്ചല്ലോ പെണ്ണ്, അത് മതി, ഐഷു ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു. ഐസുവിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും മുറിയിലേക്ക് മാറിയിരുന്നു. അപ്പോഴേക്കും സൂരജ്, രശ്മിയും പിള്ളേരും വന്നിരുന്നു. ലച്ചുവിനെ ഒന്ന് കുളിച്ച് വസ്ത്രം മാറാൻ അയച്ചു. കാരണം അവളുടെ സാരിയാകെ രക്തമായിരുന്നു. ഒരുപാട് സമയം ഐഷു റെസ്റ്റ് എടുക്കാൻ നടക്കുന്നുണ്ട്. ലച്ചു തന്നെ അവളുടെ ഫാഹുവിൻ്റെ കൂടെ അയച്ചു. ഒന്നുമില്ലെങ്കിൽ അവളൊരു ഗർഭിണിയല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തുവായെന്ന് പറഞ്ഞു. ഐഷുവും ഫാഹു ആദ്യം പോകാൻ കൂട്ടാക്കിയില്ലെങ്കിലും ദേവനെ മുറിയിലേക്ക് മാറ്റാതെ കാണാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് അവർ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അല്ലുവിനെ അതിയെ ഒപ്പം വിളിച്ചെങ്കിലും അച്ഛനെ കാണാതെ എങ്ങോട്ട് മറുപടി അപ്പോൾ തന്നെ വന്നിരുന്നു. രശ്മി ചേച്ചി ഹാഫ് ഡേ ലീവായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോവേണ്ടതുകൊണ്ട് അവർ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. കാരണം വൈകിട്ടല്ലാതെ ദേവിനെ മുറിയിലേക്ക് മാറ്റില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവരും പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും മടിക്കാതെ വിളിക്കണമെന്ന് ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. നേഴ്സിനോട് അനുവാദം ചോദിച്ച് ലച്ചു അകത്തേക്ക് കയറി. ഒരുപാട് പേര് ജീവനോട് മല്ലിട്ട് കിടക്കുന്ന കണ്ടു. അവസാനത്തെ ബെഡിൻ്റെ അടുത്തേക്ക് നേഴ്സ് അവൾ അയച്ചു. ദേവനെ കണ്ടതും ലച്ചുവിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് അവൾ പതിയെ നടന്നു. കുറേ വയറുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ദേവ്. തന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നു. അവൾ പതിയെ തലവും തടവി അരുമയായി നെറ്റിൽ ഒരുപാട് സ്നേഹത്തോടെ ചുംബിച്ചു. ഒപ്പം 2 തുള്ളി കണ്ണീർ വീണിന്ന് അവൻ്റെ മുഖത്തേക്ക്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവനോട് ഇത്രയും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവൾ കൊതിയോടെ ആ മുഖം മുഴുവൻ നോക്കി. താനില്ലാതെ വല്ലാതെ സങ്കടം സഹിച്ചാണ് പാവം. അറിയാം, താനില്ലെങ്കിൽ ഒന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പോലും മടിയാണ്. എപ്പോഴും പറയും നീ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടാവട്ടോ എന്ന്. അതൊക്കെ ഓർത്ത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതെ, സമയം കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, കൂടുതൽ നേരം രോഗികൾക്ക് അത് ഇൻഫെക്ഷൻ ചെയ്യും. ഒരു നേഴ്സ് വന്ന് ഉറച്ച് പറഞ്ഞത് ലച്ചു അവനൊന്ന് ചുംബിച്ച് പുറത്തേക്ക് നടന്നു. ചുംബിക്കുന്നതിനിടയിൽ അവൾ പതിയെ ചെവിയിൽ മൊഴിയാനും മറന്നില്ല. ദേവാ, മാപ്പ്. പുറത്തേക്ക് ഇറങ്ങി അവളെ കാത്തിരുന്നുകൊണ്ട് ആ വൃദ്ധ ദമ്പതികളും കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ബെഞ്ചിൽ. അവൾ അവരുടെ അടുത്ത് പോയിരുന്നു. പിള്ളേരും അച്ഛനെയും കളി നോക്കി കാണുകയും ലച്ചുവും സുഭദ്രയും. മോള് പോയതിനു ശേഷം ആ മനുഷ്യനിങ്ങനെ കളിക്കുന്ന ഇവരുടെ കൂടെയാണ്. അവരെ തന്നെ നോക്കിയ ലച്ചുവിനോട് സുഭദ്ര പറഞ്ഞു. അല്ലെങ്കിൽ നീയായിരുന്നല്ലോ ആ വീട്ടിലെ കുറുമ്പി. നിന്റെ കുറുമ്പ മക്കൾക്ക് ഇട്ടിരിക്കുന്നു. കുഞ്ഞിനെ പോലെ ആയിരുന്നെങ്കിൽ ചിരിക്കാൻ പോലും മടിയാണിക്കായിരുന്നു. അവർ ഒരു ചിരിയോടെ പറഞ്ഞു. അച്ഛൻ്റെ ഉറക്കം തന്നെ രണ്ടാൾക്കും, എണീക്കാൻ അത്രയും മടിയ രണ്ടിനും. ലച്ചു അവർ നോക്കിക്കൊണ്ട് തന്നെ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞിരുന്നു. മോൾ അന്ന് എങ്ങോട്ടേക്കാ പോയത്? അവന് വേണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ഉപേക്ഷിച്ചോ മോള്? അമ്മ, ഞാനൊരവസ്ഥയിൽ വാക്കുകൾ പെറുക്കി കൂടി ലച്ചു. വേണ്ട, ഒന്നും ഓർക്കേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും നിന്നെ കുറ്റം പറയില്ല. ദേവ് നിന്നോട് അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നീ ഒരിക്കലും അവനെ വിട്ടുപോകില്ല എന്നറിയാം. നിനക്ക് അവനങ്ങനെ വിട്ടുകളയാനും പറ്റില്ല എന്ന് ഈ അമ്മക്കറിയാം. ദേവെന്ന് പറഞ്ഞൊക്കെ അറിഞ്ഞു എന്ന മട്ടിൽ ലച്ചു സുഭദ്രയെ നോക്കി. നോക്കേണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. നിന്നെ കാണാനില്ലെന്നും ഞാൻ കാണാൻ എല്ലാം സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നു. എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടും സ്വയം കുറ്റപ്പെടുത്തുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള യാത്രയിലായിരുന്നു. മോൾക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ മുമ്പത്തെ ദിവസം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത്. ലച്ചു ഓർമ്മയുണ്ടെന്ന പോലെ തലയാട്ടി. നിന്റെ മുഖം എന്തോ പോലെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചു. നിന്നെ കാണാനില്ലെന്നും ഞാൻ കാണാൻ എല്ലാം സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നു. അവൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടേക്ക് എത്താറായിരുന്നു. അവൻ ഒരുപാട് അന്വേഷിച്ചു മോൾക്ക് വേണ്ടി. ആ കത്ത് പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞത് അവൾക്ക് ഒരുപാട് വിഷമായി കാണും. അവളുടെ എൻ്റെ മേലുള്ള വിശ്വാസമല്ലേ തകർത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഒരിക്കലും നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്നോർത്ത്. അവൻ ചെയ്തു കൂട്ടിയ പ്രാന്തിന് രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിയവൻ. ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞങ്ങൾ ചെയ്ത തെറ്റിന് മോളെ ശിക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് സത്യാവസ്ഥ കേട്ട് ആകെ തകർന്നു പോയവൻ. പിന്നീട് ഡ്യൂട്ടിക്ക് പോലും പോവാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിന്നെ അന്വേഷിക്കലായിരുന്നു പണി. അന്നൊരു ദിവസം നീ ഗർഭിണി കൂടിയാണെന്ന് അറിഞ്ഞ ആ ദിവസം അവൻ നെഞ്ചുകൂട്ടി കരഞ്ഞുപോയി. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടത്. ഹേമ അവനെ വേണ്ടെന്ന് വെച്ചപ്പോൾ കരഞ്ഞിരുന്നെങ്കിലും അതുപോലെ ഒരിക്കലും അവൻ കരഞ്ഞിട്ടില്ല. എൻ്റെ ലച്ചു, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ നെഞ്ചിൽ വീണ് കരഞ്ഞ കുഞ്ഞന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് ആ മുറിയിൽ മാത്രം ചുരുങ്ങിക്കഴിയുന്ന അവനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി. അവൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് ഓർത്തുകൊണ്ട് നിന്റെ വസ്ത്രങ്ങൾ പിടിച്ച് ഒറ്റ ഇരിപ്പാ മുറിയിൽ തന്നെ. അതിനോടകം അവൻ മദ്യത്തിൻ്റെ കൂട്ട് പിടിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വരെ ആവശ്യപ്പെട്ടെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ആ വീട് വിട്ട് ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു.
മദ്യ അവസാനം കുറച്ച് എനിക്ക് വയ്യാതായപ്പോഴാണ്. പിന്നീട് ജോലിക്ക് കയറി. നിന്നെ അന്വേഷിക്കുന്ന മാത്രം നിർത്തിയില്ല. നിന്റെ സൂചന എന്തെങ്കിലും ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞ് അവൻ ആ നാട് മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു. അവൻ ഉറപ്പായിരുന്നു ഒരു ദിവസം നിന്നെ കണ്ടെത്തുമെന്ന്. ഇടയ്ക്കൊക്കെ ചോദിക്കും, ലച്ചുവിനെ പോലെ മോളായിരിക്കും അമ്മ എനിക്കെന്ന്. കണ്ണ് നിറക്കുന്ന ആ ചോദ്യം, അത് കേട്ടാൽ തന്നെ ഉള്ളൊരുക്കി പോകും കേൾക്കുന്നവരുടെ. ഞങ്ങളെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വെച്ച് മുഖത്തൊരു ചിരി അഭിനയിക്കും. ഏത് കുഞ്ഞിനെ കണ്ടാലും കൊതിയോട് നോക്കി നിൽക്കും. അപ്പോഴൊക്കെ സങ്കടം അവൻ സ്വന്തം കുഞ്ഞിനെ കാണാത്തതുകൊണ്ടല്ലായിരുന്നു, മറിച്ച് ലച്ചു കുഞ്ഞിനെ കൊണ്ട് ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടാണ്. ആദ്യമായിട്ട് മക്കളെ കണ്ട ദിവസമായിരുന്നു അവന് വേണ്ടി ചിരിച്ചത്. വാതോരാതെ മക്കളെക്കുറിച്ച് എന്നും ഒരുപാട് പറയും. അവൻ്റെ ലോകം തന്നെ അവരിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. അവരുടെ അച്ഛൻ വന്ന അവരെ കാണാൻ പറ്റില്ലെന്നോർത്ത് അവൻ വല്ലാതെ സങ്കടം തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് വളർത്തുന്ന ആ കുട്ടികളുടെ അമ്മയെ അവൻ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. മക്കളവൻ്റെ സ്വന്തമാണെന്നും മോളെ കണ്ട ദിവസം അവൻ സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. സന്തോഷം കൊണ്ട് അവൻ കരഞ്ഞുവെന്ന് തന്നെ പറയാമെന്ന്. സുഭദ്ര ഒരു കഥ പറയും പോലെ പറഞ്ഞു നിർത്തിയതും ലച്ചുവോട്ട് നെഞ്ചിലേക്ക് വീണ് കരഞ്ഞിരുന്നു. ഞാൻ കാരണം ദേവ എന്നോട് ക്ഷമിക്കൂ അമ്മേ. ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് കാരണം അനുഭവിച്ചു മുഴുവൻ എൻ്റെ പാവം ദേവയായിരുന്നല്ലോ അമ്മേ. അവൾ കരയാൻ തുടങ്ങിയതും സുഭദ്ര ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. കൂടാതെ ഹേമയുടെ ജീവിതത്തിൽ നടന്നുകൂടി പറഞ്ഞു കൊടുത്ത സുഭദ്ര. ഏകദേശം 2 മണിയായതും ഐശുവും ഫാവും ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ലച്ചുവിന് വല്ലാതെ കുറ്റബോധം തോന്നി. ദേവ ഇത്രയൊക്കെ അനുഭവിച്ചതിന് തന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? താൻ എങ്ങനെ ആ മുഖത്ത് നോക്കി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് താൻ ചെയ്തത് വല്ലാതെ പാവമായിരുന്നു. അവളുടെ ഉള്ളിലൊരു വിസ്ഫോടനം തന്നെ നടന്നു കഴിഞ്ഞിരുന്നു. ഓരോന്ന് ഓർത്ത് തലവേദന വേറി. അതെ, രോഗിക്ക് ബോധം വന്നിട്ടുണ്ട് കേട്ടോ, ഒരു നേഴ്സ് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ മക്കളെ കാണുമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് അനുവദിക്കാം, വേഗം കയറി കണ്ടോളൂ. ലച്ചു, മക്കളെ കൊണ്ട് ചെല്ല്, രാമൻ പറഞ്ഞു. അവൾ വേണ്ടെന്ന് പറഞ്ഞു. അമ്മയും മക്കളും കണ്ടുവരട്ടെ അച്ഛൻ, ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണല്ലോ. അമ്മ ദേവയെ കാണാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. ചെല്ലമ്മ, അകത്തേക്ക് പോയിക്കോ. ലച്ചു നിർബന്ധിച്ച് അയച്ചു. എല്ലാവരും അത് നന്നായി എന്ന് വെച്ചു. പക്ഷേ ലച്ചുവിൻ്റെ യഥാർത്ഥ കാരണം എങ്ങനെ ദേവയെ അഭിമുഖീകരിക്കുക ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടെന്നായിരുന്നു. അതുമല്ല, അന്ന് താൻ എന്തൊക്കെയോ പറഞ്ഞു തൻ്റെ പിന്നാലെ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞല്ലേ. മക്കളെ മാത്രം മതി എന്നൊക്കെ ഇനി തന്നെ സ്വീകരിക്കില്ലേ ദേവ? അവൻ്റെ വാശി തനിക്ക് അറിയുന്നല്ലേ, ഇനി തന്നെ ഉപേക്ഷിക്കുമോ? അവളുടെ ചിന്തകൾ കടുത്തു.